أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചങ്ങളഖിലവും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും തഖ്വയിൽ അധിഷ്ഠിതമാക്കി മാറ്റുവാൻ, യഥാർത്ഥ മുത്തഖിയായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയത്തിന് തഖ്വാബോധമല്ലാതെ മറ്റൊരു മാർഗമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ പ്രപഞ്ചം ധാരാളം ദൃഷ്ടാന്തങ്ങൾ നിറഞ്ഞതാണ്. വിഭവ സമൃദ്ധമായ ഈ പ്രപഞ്ചം നമുക്ക് മുമ്പിൽ അല്ലാഹു തുറന്നു വച്ചത് ആവോളം ആസ്വദിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് ഇവയിലൂടെ അവനെ കണ്ടെത്തുവാൻ വേണ്ടിയാണ്, അവനെ അടുത്തറിയുവാൻ, അങ്ങനെ അവനോട് നന്ദിയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിലെ സകല സംവിധാനങ്ങളും അവൻ ഒരുക്കി തന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ സാന്നിധ്യമായി നമ്മുടെ കൂടെയുള്ള ഒരുപാട് വിഭവങ്ങൾ, അവയുടെ മൂല്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവ നമുക്ക് നൽകിയില്ലെങ്കിൽ ജീവിതം എന്താകുമായിരുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കാറുണ്ടോ? ആലോചിച്ച് നോക്കാം. നമ്മുടെ നിത്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരം എന്ന് തന്നെ പറയാവുന്ന മൂന്ന് കാര്യങ്ങൾ: വായു, വെള്ളം, വെളിച്ചം. ഈ മൂന്നും നാം യഥേഷ്ടം അനുഭവിക്കുകയാണ്. നിരന്തരം ഇടതടമില്ലാതെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവയുടെ ഭൗതികമായ ഉപഭോഗത്തിനപ്പുറത്തേക്ക് അവയുടെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറച്ചു വെച്ചിട്ടുള്ള ഒരുപാട് ആയത്തുകൾ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, അവയെക്കുറിച്ച് വല്ല ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ടോ? വായു,
ജീവവായുവാണ്, ജലം ജീവജലമാണ്. അതേപോലെ വെളിച്ചവും നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഇവയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നാം കൂടുതൽ ബോധവാന്മാരാണോ അല്ലയോ എന്നാലോചിച്ചു നോക്കാം. നിരന്തരം ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു വായു. പക്ഷേ ഇതൊന്നും നിലച്ചു പോയാൽ എന്ന് ചിന്തിക്കുമ്പോഴാണ് അല്ലാഹുവുമായി അടുക്കാൻ, അതിന്റെ വില തിരിച്ചറിയാൻ നാം പ്രേരിതരായി തീരുന്നത്. ശ്വാസം മുട്ടിന്റെ അസുഖമുള്ള ആളുകളെ ശ്രദ്ധിക്കാറില്ലേ? അവർക്ക് ചുറ്റും വായു നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ച വായുവിന്റെ അളവ് നിയന്ത്രിച്ചിരിക്കണം. നിറഞ്ഞു നിൽക്കുന്ന വായുവിനിടയിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് വലിച്ചെടുക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ്. ഇതേപോലെയാണ് അന്ധതയും. ചുറ്റുപാടും വെളിച്ചം നിറഞ്ഞു നിൽക്കെ അന്ധനായ ഒരാൾക്ക് തനിക്ക് ആവശ്യമുള്ള വെളിച്ചം കണ്ടെത്താൻ കഴിയുന്നില്ല. വിശുദ്ധ ഖുർആൻ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്, വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫി സുദൂർ, അവരുടെ നെഞ്ചകങ്ങളിലെ ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചത്. അല്ലാഹു നൽകുന്ന ഈ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് അതായിരിക്കും സംഭവിക്കുക. വലിയ ഒരു തിരിച്ചറിവാണ് ഈ വിഭവങ്ങൾ നമുക്ക് നൽകുന്നത്. ജലവും അങ്ങനെ തന്നെയാണ്, ജീവജലം നിരന്തരം നാം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വിഭവമാണല്ലോ. പക്ഷെ അതിന്റെ വില നാം തിരിച്ചറിഞ്ഞു. ഈ 3 വിഭവങ്ങളുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവ 3നും നിറമില്ല, 3നും മണമില്ല, 3നും രുചിയില്ല. നിറമില്ലാത്ത, മണമില്ലാത്ത, രുചിയില്ലാത്ത ഈ 3 വിഭവങ്ങൾ നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമായി നിശ്ചയിച്ചിരിക്കുന്നു. അല്ലാഹു അരൂപിയാണ്, അല്ലാഹു രൂപമില്ലാത്തവനാണ്. ഈ 3 വിഭവങ്ങളും അരൂപമാണ്, രൂപമില്ലാത്തവയാണ്. എന്തിനായിരിക്കും നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമായ ഇവ 3നെയും അല്ലാഹു അരൂപിയാക്കിയത്? തീർച്ചയായും അല്ലാഹുവെ അടുത്തറിയുവാൻ, നമ്മുടെ ജീവനോളം നമ്മോട് അടുത്തു നിൽക്കുന്ന അല്ലാഹുവെ അടുത്തറിയാൻ വേണ്ടി തന്നെയാണ് ഇവ 3നെയും അല്ലാഹു അരൂപിയാക്കിയത് എന്നുകൂടി നാം അറിയാം. അല്ലാഹു എവിടെ എന്ന് അന്വേഷിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ വർണ്ണം ശുദ്ധ പ്രകൃതിയുടെ വർണ്ണമാണ്. അതിന് നിറമില്ല, മണമില്ല, ചിഹ്നങ്ങളില്ല എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ ഈ ഭൗതിക വിഭവങ്ങളിൽ, പ്രകൃതി സംവിധാനങ്ങളില് അല്ലാഹുവെ കണ്ടെത്താൻ കഴിയുന്ന ഒരുപാട് അകക്കണ്ണുകൾ അല്ലാഹു നിറച്ചു വെച്ചിട്ടുണ്ട് എന്ന് തന്നെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് അല്ലാഹുവിന്റെ ചോദ്യം. അപ്പൊ നാം നിങ്ങൾ വെള്ളത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അല്ലെങ്കിൽ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ജീവജലത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? ഈ നീലച്ചൂടിന്റെ കൊടുംവെയിലിന് വെള്ളത്തെ കുറിച്ച് ചിന്തിക്കാൻ എന്താണ് നിങ്ങൾക്ക് കഴിയാത്തത്? കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം വെള്ളം കിണറ്റിൽ നിന്ന് കോരിയെടുക്കുന്നതല്ല, മറിച്ച് ടാപ്പ് തുറന്നാൽ കിട്ടുന്നതാണ് കോർപ്പറേഷന്റെ വെള്ളം. അതുകൊണ്ട് പലപ്പോഴും നാം ജലസ്രോതസ്സിനെ കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കാറില്ല. കേവലം ഉപഭോഗത്തിന് മാത്രം അടിമപ്പെട്ട യാന്ത്രികമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നാം മാറിയിരിക്കുന്നു. കറണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് സ്വിച്ച് അമർത്തിയാൽ വെള്ളം ടാങ്കിലോട്ട് കയറും. ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ ടാപ്പ് തുറന്നാൽ ആവശ്യത്തിലേറെ കിട്ടും. എന്നതിനപ്പുറത്ത് ഈ വെള്ളം എന്ന അത്ഭുതകരമായ ഈ പ്രതിഭാസത്തെ കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാൻ ഒന്ന് ശ്രമിക്കാറില്ല എന്നാണ് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന ഈ ജലത്തെ കുറിച്ച് ചിന്തിച്ചുവോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒരുപാട് പാഠങ്ങളില്ലേ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, നിങ്ങളാണോ മേഘപാളികളിൽ നിന്ന് അത് വർഷിക്കുന്നത്? അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല നാമാണ് വർഷിക്കുന്നത്? പഠിച്ചൊരു ചോദ്യമാണ്, വല്ലാത്ത ചോദ്യമാണത്. കേൾക്കുമ്പോൾ ലളിതമാണെങ്കിലും വളരെ ആഴമുള്ള ഒരു പ്രയോഗമാണത് എന്ന് നമുക്ക് മനസ്സിലാവും.
ഫിക്റിനെ നമുക്ക് ദിക്റാക്കി മാറ്റാൻ കഴിയണം. എങ്കിൽ മാത്രമാണ് നാം അല്ലാഹുവോട് ശുക്റുള്ളവരായിട്ട് മാറുകയുള്ളൂ. നാം പഠിച്ച ദിക്ർ നാവിലൂടെ ഉരുവിടുന്ന സാങ്കേതിക ദിക്റുകളാണ്. പക്ഷേ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ദിക്ർ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും വലിയ ശുക്റായിട്ട് നന്ദിബോധമായിട്ട് മാറുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നാം ജീവിക്കുന്ന ഈ ഭൂമിയുടെ 3/4 ഭാഗവും വെള്ളമാണ് എന്ന് പറയുന്നു. 3/4 ഭാഗവും വെള്ളമാണ്. 132 കോടി ക്യൂബിക് മീറ്റർ വെള്ളം ഈ ഭൂമിയിൽ ഉണ്ടത്രേ. 132 കോടി ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള 1 കിലോമീറ്റർ നീളവും ഉയരവും വീതിയുമുള്ള 132 കോടി ടാങ്കിൽ കൊള്ളാവുന്ന വെള്ളം ഈ ഭൂമിയിൽ സംഭരിക്കപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ അപാരമായ ഒരു ദൃഷ്ടാന്തമാണ് പറയുന്നത്. ഈ വെള്ളമുണ്ടല്ലോ, 132 കോടി ക്യൂബിക് മീറ്റർ വെള്ളം ഒട്ടും കുറയാതെ ഒട്ടും കൂടാതെ ഈ ഭൂമിയിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന് രൂപാന്തരം സംഭവിക്കാം. അത് ദ്രാവക രൂപത്തിൽ നിന്ന് വാതകമാകാം, ഖരമാകാം. അതേ സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് അതെവിടെയും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അത് വലിയൊരു പാഠമാണ്. വലിയൊരു പാഠമാണ്. ഈ പ്രപഞ്ചത്തിലെ ഒന്നും യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് പൂർണ്ണമായും നിഷ്കാസിതമാകുന്നില്ല, അപ്രത്യക്ഷമാകുന്നില്ല. ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് രൂപാന്തരം സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒന്നുകൂടി ഓതി നോക്കൂ. അപ്പോൾ നിങ്ങൾ ജീവജലത്തെ കുറിച്ച് ചിന്തിച്ചുവോ എന്ന് അല്ലാഹു തആല ചോദിക്കുമ്പോൾ അത് വലിയ പാഠമുണ്ട്. മനുഷ്യ നീയും തന്നെയാണ്. മരിച്ച് മണ്ണോട് ചേർന്ന് ഇല്ലാതെയാകാം എന്ന് നീ വ്യാമോഹിക്കേണ്ടതില്ല. വെള്ളം രൂപാന്തരം സംഭവിച്ച് പല ഘട്ടങ്ങൾ പിന്നിട്ട് വീണ്ടും വെള്ളമായിട്ട് തന്നെ മഴയായിട്ട് വർഷിക്കുന്നുവെങ്കിൽ നിന്നെയും ഇതേപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ അല്ലാഹുവിന് കഴിയും. നീ ഇല്ലാതെയാകുന്നില്ല എന്ന വലിയ പാഠമാണ്. ഈ മീനച്ചൂട് കഴിയുമ്പോൾ വീണ്ടും കർക്കടകം വരും, തുലാവർഷം വരും, മാറി മാറി വരുന്നില്ലേ? ഒന്നും ഇല്ലാതെയാകുന്നില്ല, വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഇതേപോലെ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ് എന്ന് നാം പഠിപ്പിക്കാൻ. ഈ ഭൂമിയുടെ നിലനിൽപ്പിന്റെ ആധാരമായി ഒന്നാണ് വെള്ളത്തെ നിശ്ചയിച്ചു. ഈ ഭൂമിയുടെ ചൂടിനെ നിയന്ത്രിക്കുന്നത് വെള്ളമാണ്. എല്ലാ ജീവജാലങ്ങളിലും വെള്ളം സംഭരിക്കപ്പെട്ടിരിക്കണം. സകല ജീവജാലങ്ങളുടെയും 50% വെള്ളമാണ്. മനുഷ്യനിൽ 65-70% ഈ ശരീരത്തിനകത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഭക്ഷണമില്ലാതെ നമുക്ക് 1 മാസം പിടിച്ചു നിൽക്കാൻ പറ്റും. ജീവജലമില്ലാതെ പരമാവധി ഒരാഴ്ച മാത്രമേ ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഒരു ശരാശരി മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് 75,000 ലിറ്റർ വെള്ളം അകത്താക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ അനിവാര്യമായ ഘടകമായിട്ട് വെള്ളം നമ്മുടെ കൂടെ തന്നെ നിലനിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയാണ് വീണ്ടും ഉണർത്തുന്നത്, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്. ജീവനുള്ള സകലതിനെയും നാം വെള്ളത്തിൽ നിന്നാണ് ഉയർപ്പിച്ചത് എന്ന് നാം പറയുന്നുണ്ട്. എന്നിട്ടെന്താണ് അവർ ചിന്തിക്കാത്തത്? അവിടെയാണ് വിഷയത്തിന്റെ മർമ്മം. ഈ വിഭവങ്ങൾ അനുഭവിക്കുമ്പോഴും നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമായി വെള്ളത്തെ അല്ലാഹു നിശ്ചയിക്കുമ്പോഴും അഫലാ യുഅ്മിനൂൻ, എന്താണ് ഇതിന്റെ പിന്നിലെ പടച്ചതമ്പുരാനെ കണ്ടെത്താൻ മനുഷ്യന് കഴിയാതെ പോകുന്നത് എന്ന് അല്ലാഹു തആല വീണ്ടും വീണ്ടും ഉണർത്തുന്നുണ്ട്. അല്ലാഹുവിനുള്ള പ്രതീക്ഷ ഈ വെള്ളവുമായിട്ട് ബന്ധിപ്പിച്ച് നിലനിർത്തി. വനലോകത്ത് കാറ്റടിച്ച് വീശുമ്പോൾ, മഴമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ തീർച്ചയായും കർഷകന്റെ മനസ്സിലും സകല ജീവജാലങ്ങളുടെ മനസ്സിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരിക്കലും ഒഴിയാത്ത പ്രതീക്ഷകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, പെരുകിക്കൂടുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചുവോ എന്ന ചോദ്യം
വീണ്ടും ഒരു ഗുരുതരമായ തുടർ ചോദ്യത്തിന്റെ പിൻബലത്തിലാണ് നമ്മോട് പറയുന്നത്. ലൗ നശാഉ ജഅൽനാഹു ഉജാജ. നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ വെള്ളത്തെ, നിങ്ങളുടെ ഈ ജീവജലത്തെ ജഅൽനാഹു ഉജാജ, നാം ഉപ്പുവെള്ളമാക്കി മാറ്റിയേനെ. ഫലൗലാ തശ്കുറൂൻ. നിങ്ങൾ എന്നിട്ടും നന്ദി കാണിക്കാൻ സന്നദ്ധരല്ലേ? ഉപ്പുവെള്ളമാക്കി മാറ്റിയേനെ. ഭൂമിയിലെ വെള്ളത്തിന്റെ 97% ഉപ്പുജലമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഭൂമിയിലെ ജലസ്രോതസ്സിന്റെ 97% ഉപ്പുജലമാണ്. കേവലം 3% മാത്രമാണ് ശുദ്ധജലമായിട്ട് നാം നിത്യോപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കടൽ ജലത്തിലെ ഉപ്പ് ശേഖരിച്ചാൽ 150 മീറ്റർ ഉയരത്തിൽ, ഏതാണ്ട് 40 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ കര മുഴുവൻ ഉപ്പ് നിറയും എന്നാണ് പറയുന്നത്. കടലിലെ ഉപ്പ് മുഴുവനും ശേഖരിച്ചെടുക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് അതായിരിക്കും. ഒക്കെ അവിടെയാണ് ചിന്തിക്കേണ്ടത്. നാം ഉദ്ദേശിച്ചെങ്കിൽ ഈ ജലം മുഴുവനും ഉപ്പാക്കി മാറ്റിയാലേ. ഭൂമിയിലേക്ക് ഉപ്പ് മഴയാണ് വർഷിക്കുന്നതെങ്കിലോ ഭൂമി മുഴുവൻ തരിശായി മാറിപ്പോകും. പിന്നെ ജീവന് ഇവിടെ നിലനിൽക്കാൻ സാധ്യമല്ലാതെ വരും. ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. നാം ഉദ്ദേശിച്ചെങ്കിൽ ഈ ജീവജലത്തെ ഉപ്പുവെള്ളമാക്കി മാറ്റിയെന്നെ. എന്നിട്ടും നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത് എന്ന് നാം ചോദിക്കാം. ഒരു ഗ്ലാസ് വെള്ളം കയ്യിലേക്ക് എടുക്കുമ്പോൾ ഒരുപാട് ആലോചിക്കണം. നമ്മൾ ചൊല്ലി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ വലത് കൈ കൊണ്ടെടുത്ത് ബിസ്മി ചൊല്ലണം, അല്പാൽപമായി കുടിക്കണം, കുടിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാ പറയണം. ഇത് കേവലം ഉരുവിട്ട് ശീലമാക്കി മാറ്റിപ്പോയ ഒന്നായിട്ട് നമ്മൾ നിലനിൽക്കണം. യഥാർത്ഥത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ കൈ വിറക്കും, മനസ്സ് ബേജാറാവും. പടച്ചോനെ, ഇതെങ്ങാനും ഉപ്പ് വെള്ളമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ വിഭവത്തിന്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അൽഹംദുലില്ലാ അല്ലദീ ജഅലൽ മാഅ തഹൂറ. ഈ ജലം ശുദ്ധജലമാക്കിയ അല്ലാഹു നിനക്കാണ് സ്തുതി. ഒന്നുമെടുക്കുമ്പോഴും മറ്റേത് വേളയിലും നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരും. വെള്ളം കുടിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാ അല്ലദീ സഖാനാ മാഅൻ അസ്ബൻ ഫുറാത്ത. പഠിച്ചോനെ, ഈ ശുദ്ധമായ തെളിനീർ, നല്ല രുചിയുള്ള ഈ തെളിനീര് എന്നെ നമ്മൾ കുടിപ്പിച്ച അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതി. ബിറഹ്മതി, തന്റെ അനുഗ്രഹത്താൽ. വലം യജഅൽഹു മിൽഹൻ ഉജാജ. ഈ വെള്ളത്തെ അവൻ ഉപ്പ് കലർന്നതാക്കിയില്ലല്ലോ എന്നത് നന്ദി ബോധത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു പ്രയോഗമായിട്ട് മാറുന്നത് അപ്പോഴായിരിക്കും. വെള്ളത്തെക്കുറിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് പറയേണ്ടി വരും, ഒരുപാട് ചിന്തിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവജലമായി നൽകിയ ഈ വിഭവം ഇന്ന് കച്ചവടവൽക്കരിക്കപ്പെട്ടു, വ്യവസായവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അത് മുൻനിർത്തിക്കൊണ്ട് ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. അപ്പോൾ റഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന 1 ലിറ്റർ വെള്ളത്തിന് 20 രൂപയാണ് വില. നിങ്ങളുടെ വീട്ടിലെ വെള്ളം ശേഖരിക്കുന്ന ടാങ്ക് എത്ര ലിറ്ററിൻ്റെതാണ്? 1000-ൻ്റെതോ 2000-ൻ്റെതോ? 2000 ലിറ്ററിൻ്റെതാണ് എന്ന് കരുതാം. 1 ലിറ്റർ വെള്ളത്തിന് 20 രൂപ വില. 2000 ലിറ്ററിന്റെ ടാങ്ക് നിങ്ങളുടെ വീടിന് മുകളിൽ ഉണ്ട്. ഒരു ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവായിരിക്കും അത്. ദിവസത്തിൽ ഒരിക്കലും തീർച്ചയായും നാം ടാങ്കിൽ വെള്ളം അടിച്ചു കയറ്റുന്നു. 2000 ലിറ്റർ വെള്ളത്തിന് 40,000 രൂപയായിരിക്കും വില, അല്ലെ? 40,000 രൂപയാണ് അതിന്റെ വില. ആലോചിച്ച് നോക്കാം. ഒരു മാസം നാം 12 ലക്ഷം രൂപയുടെ വെള്ളമാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആലോചിച്ച് നോക്കാം. ആർക്ക് കൊടുത്ത് തീർക്കാൻ പറ്റില്ല, അല്ലേ? ഒരുപക്ഷെ വെള്ളം കുപ്പിയിലാക്കിയിട്ട് 20 രൂപക്ക് വാങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അത് തന്നെയാണ്. ഫലൗലാ തശ്കുറൂൻ. എന്നിട്ടും എന്താണ് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കാത്തത് എന്ന അല്ലാഹുവിന്റെ ചോദ്യം നമ്മുടെ മനസ്സുകളിൽ മുഴുകേണ്ടതില്ലേ?
മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കണം. മരുന്ന് നമ്മൾ സ്പൂണിലേക്ക് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു ജാഗ്രതയില്ലേ, അതേ ജാഗ്രതയോടെ വേണം യഥാർത്ഥത്തിൽ വെള്ളം ഉപയോഗിക്കാൻ. വെള്ളം മരുന്നല്ലേ. പല തെറാപ്പികളും ഇപ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ടാണ്. തീർച്ചയായും ഈ ജീവജലം എന്നത് ഔഷധമായിട്ട് തന്നെ ഉപയോഗിക്കുവാനുള്ള ഒരു സംസ്കാരം നാം ആർജിച്ചെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളറിയോ, ലോകത്ത് ഒരു ദിവസം 3000 മക്കൾ, 15 വയസ്സിൽ താഴെയുള്ള 3000 മക്കള് മലിനജലം കുടിക്കേണ്ടി വന്ന് അത് മുഖേനയുള്ള രോഗങ്ങളാൽ മരണപ്പെടുന്നു. അത്രേ യുനിസെഫിന്റെ കണക്കാണ്. ഒരു ദിവസം 3000 കുട്ടികൾ ലോകത്ത് മലിനജലം കുടിക്കേണ്ടി വന്നിട്ട് മരണപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രം ശുദ്ധജലം ലഭിക്കാത്ത 100 കോടി മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും സ്കൂൾ കാണാൻ കഴിയാത്ത, സ്കൂളിന്റെ പടി കാണാൻ കഴിയാത്ത ഒരുപാട് മക്കളുണ്ട്. എന്താ കാരണം? ആ മക്കൾ കാലത്ത് തന്നെ വെള്ളം തേടിയിട്ട് പാത്രവുമായിട്ട് നാട്ടിലുടനീളം കറങ്ങി നടക്കുകയാണ്. ജീവജലം തേടിയിട്ട് ഊരി ചുറ്റുന്ന മക്കൾ അക്ഷരാഭ്യാസത്തിന് അവസരം ലഭിക്കാറുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലയിടത്തും ഒരു കുടുംബത്തിന് ഒരു ദിവസത്തേക്ക് 23 ലിറ്റർ വെള്ളമാണ് ലഭിക്കുന്നത്. ഒരു കുടുംബത്തിന് ഒരു ദിവസത്തേക്ക് 23 ലിറ്റർ വെള്ളമാണ് ആകെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലോ യഥേഷ്ടം നാം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് വെള്ളം. ഒരുപാട് പിന്നെയും നമ്മൾ ആലോചിക്കേണ്ടി വരും. അപ്പോൾ അതേത്തും ഒരു മാർഗം നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചുവോ എന്ന് ചോദിക്കും. ഇങ്ങനെ ഒരുപാട് ആലോചിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ വിഭവത്തിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നമ്മെ ഏൽപ്പിച്ചതാണിത്. ആർക്കെങ്കിലും ഒരു കിണറുണ്ടെങ്കിൽ ഈ കാലത്ത് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദാനം, മഹാദാനമാണ് ഈ ജലദാനം എന്ന് നാം തിരിച്ചറിയണം. പങ്കുവെക്കാൻ കഴിയേണ്ടതാണത്. വരൾച്ച ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായും നാം തിരിച്ചറിയേണ്ടതുണ്ട് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തെ. വെള്ളം സർവ്വത്ര തുള്ളി കുടിക്കാൻ ഇല്ലട്ടെ എന്ന് പറഞ്ഞ അവസ്ഥയിലാണല്ലോ നമ്മുടെ നാട്. ചുറ്റുപാടും ജലാശയങ്ങളാണ്, കായലുകളാണ്, എല്ലാം ഉണ്ടായിട്ടും അന്യനാട്ടിൽ നിന്ന് വേണം വെള്ളം ലഭിക്കണമെങ്കിൽ എന്ന അവസ്ഥയിൽ കഴിയുന്നവരാണ് നാം. പക്ഷെ എന്നിട്ടും വെള്ളത്തിന്റെ ഉപയോഗത്തിൽ ജാഗ്രത പാലിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിഭവങ്ങൾ അതിന്റെ ഏറ്റവും നന്ദിബോധത്തോടുകൂടി ശുക്രോടുകൂടി ഉപയോഗപ്പെടുത്തുവാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുന്നതാണ്. വിഭവങ്ങളുടെ കാര്യത്തിൽ തഖ്വ പാലിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും ഉണർത്തുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രാ സംഘം ഒരു നദിയുടെ തീരത്തെത്തി. നദീതീരത്തെത്തിയപ്പോൾ മഹാനായ സ്വഹാബി സഅദ് റളിയല്ലാഹു അൻഹു ആ നദിയിലേക്ക് ഓടിച്ചെന്ന് നന്നായിട്ട് വൂളു ചെയ്തു. മരുഭൂമിയിലൂടെ ദീർഘമായി യാത്ര ചെയ്തതിന്റെ ക്ഷീണവും അസ്വസ്ഥതകളും മാറ്റുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം വെള്ളം മുഖത്തേക്ക് തേവിക്കൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്ന് ആ കാഴ്ച കണ്ടു. എന്തോ അപകടം സംഭവിച്ച പോലെ വളരെ ധൃതിയിൽ ഗൗരവഭാവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ഓടിച്ചു. സഅദ്, ആരാണ് നിന്നെ ഇത് പഠിപ്പിച്ചത്?
നിഷ്കളങ്കമായ ഒരു ചോദ്യം ഉന്നയിച്ചു. അല്ലാഹുവിന്റെ റസൂലേ, വെള്ളം ഒഴുകി പോവുകയല്ലേ, എന്താണ് ഞാനതിന്റെ മുഖത്തൂടെ ഒന്ന് തേവിയാൽ എന്താ സംഭവിക്കാം? അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, വഇൻ കുൻത അലാ നഹ്രിൻ ജാരിൻ, വഇൻ കുൻത അലാ നഹ്രിൻ ജാരിൻ, ഒഴുകുന്ന നദീതീരത്താണെങ്കിൽ പോലും സാരയെ ദൂരത്ത് പാടില്ല. വെള്ളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവെ തന്നെ ഏത് വിഷയത്തിലും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നത് അല്ലാഹുവിന്റെ ദീൻ നമ്മെ പഠിപ്പിച്ച ഒരു സംസ്കാരമാണ്. വെള്ളത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അത് നാം ശീലിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ കാര്യത്തിലും നാം ഇന്ന് സാക്ഷരത എന്നാണല്ലോ പറയുക. തീർച്ചയായും ജല സാക്ഷരത നാം ഇന്ന് പരിശീലിച്ച് നേടിയെടുക്കേണ്ട ഒന്നാണ്. കേരളീയ ഭവനങ്ങളെ കുറിച്ച് ഒരു പഠനം നടന്നത് വെള്ളത്തിന്റെ ദുരുപയോഗം ഏറ്റവും കൂടുതൽ നടക്കുന്നുണ്ടോ എന്ന അർത്ഥത്തിലാണ്. വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളം പാഴാവുന്നത് വീട്ടിലെ വെള്ളത്തിന്റെ ഉപയോഗത്തിന്റെ 2/3 പാഴാവുന്നത് ബാത്റൂമുകളിലാണ്. അങ്ങനെയല്ലേ? ബാത്റൂമിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മളെല്ലാം മറക്കും. വെള്ളമുണ്ടോ ഇല്ലയോ ഒന്നും അറിയാത്ത വിധത്തില് നാം ആ ഷവറിന്റെ പേമാരിയിൽ അങ്ങനെ നനഞ്ഞു കുളിഞ്ഞു നിൽക്കാൻ ചെയ്യും. മറ്റൊരു ദുരുപയോഗം നമ്മുടെ ടോയ്ലറ്റിലെ ഫ്ലഷ് ടാങ്കാണ്. 7-7.5 ലിറ്റർ വെള്ളമാണത്രേ ഒരു തവണ നാം ഫ്ലഷ് ഉപയോഗിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നത്. അത്രയൊക്കെ വേണോ വെള്ളം? വേണ്ടതില്ല. കഴിയുന്നതും ഫ്ലഷ് ഈ സാഹചര്യത്തിലെങ്കിലും ഒന്ന് കൂട്ടി വെക്കുവാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അതിൽ വലിയ ഒരു തത്വബോധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇങ്ങനെ ബോധപൂർവം ചെറിയ ചെറിയ അതിസൂക്ഷ്മമായ ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ദീനിന്റെ തത്വബോധത്തിന്റെ പ്രധാന ഘടകമാണ്. പലപ്പോഴും ടാപ്പ് തുറന്നു തന്നെ ഇരിക്കുകയാണ്. പല്ല് തേക്കുമ്പോൾ കാല് ഉരച്ച് കഴുകുമ്പോൾ പള്ളിയിൽ പലപ്പോഴും ടാപ്പ് തുറന്നിരിക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ പൊതു ടാപ്പിലെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത അവസ്ഥയിൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ കാണാം. തീർച്ചയായും അത് അവസാനിപ്പിക്കപ്പെടേണ്ടതാണ്. വീടുകളിൽ ഒരു ജല സാക്ഷരതയെ കുറിച്ച് നല്ലൊരു ക്ലാസ് കൊടുക്കണം. ഇത് ജീവജലമാണ്, ഇത് ഔഷധമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ അവന്റെ ഔദാര്യമാണ്. അതാണ് അതിലുണ്ടാകുന്ന തിരിച്ചറിവ്. ആ വിഷയത്തിൽ എങ്ങനെ തത്വബോധം കാത്തു സൂക്ഷിക്കണം എന്നത് പങ്കുവെക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. അവൻ നൽകിയ എല്ലാ വിഭവങ്ങളും അവനെക്കുറിച്ചുള്ള ഫിക്റിനും ദിക്റിനും ശുക്റിനും വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുവാൻ നമ്മെ അനുഗ്രഹിക്കുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ലഭിച്ച അമാനത്തുകൾ സ്വർഗം നേടുന്നതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നിരന്തരം നാം ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ദുരൂഹ സാഹചര്യത്തിൽ ബാംഗ്ലൂരിൽ മരണപ്പെട്ട ഒരു വാർത്തയാണ്. അതേപോലെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് മരണങ്ങളും ഗുരുതരമായ രോഗാവസ്ഥകളുമൊക്കെ നമ്മുടെയൊക്കെ അനുഭവങ്ങളിലുണ്ട്. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കാനാവേ. പഠിച്ചവനെ രോഗാവസ്ഥകളിൽ നിന്നും ഞങ്ങളെ കാക്കണമേ. ഗുരുതരമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കാനാവേ. പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് സംഭവിച്ച വീഴ്ചകൾ കൊണ്ടാണ് പ്രകൃതിപരമായ പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിക്കേണ്ടതെങ്കിൽ റബ്ബേ, ഞങ്ങളിതാ ഇന്നിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ മടങ്ങുന്നു. മാത്രം ഞങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന അബദ്ധങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണേ റബ്ബേ. മാത്രം ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയ ഉമ്മമാര്, വാപ്പമാര് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار،
അല്ലാഹു